29 മുതൽ 5 അധ്യായങ്ങളെ രാസപഞ്ചായി എന്ന് പറയും. എന്താണ് രാസപഞ്ചായി? ആ വാക്ക് തന്നെ രസാണ്. രാസം, രസം. അതായത് ഭഗവാനിലേക്കുള്ള രസം വർദ്ധിപ്പിക്കുന്ന അധ്യായങ്ങളാണ് ഇത്. എല്ലാം അങ്ങനെയാണ്. ഇവിടെ ഗോപികമാരും കൃഷ്ണനും തമ്മിലുള്ള ഒരു രാസനൃത്തത്തിന്റെ കഥയാണ് ഇത്. ഗോപികമാരൊത്തുള്ള കൃഷ്ണന്റെ രാസനൃത്തത്തിന്റെ കഥയാണ് രാസലീല. അത് വരുന്നത് രാസപഞ്ച 5 അധ്യായങ്ങളിലാണ്, 29 മുതൽ. അപ്പൊ നമ്മൾ ആ രാസലീലയിലേക്ക് കിടക്കണം. പലപ്പോഴും നമ്മൾ ഇതെല്ലാം കുട്ടികൾ കളിക്കുന്നത് ഒരു കൃഷ്ണനും കുറെ ഗോപികമാരും നമ്മളെ കോൽക്കളിയിട്ട കാണാം, അല്ലെങ്കിൽ ദാണ്ഡിയ നൃത്തം പോലെ കാണും. അപ്പോ എന്താണ് രാസലീല? അപ്പൊ കഥ നോക്കാം നമുക്ക്. കൃഷ്ണനുമായി പാവം ഗോപികമാർക്ക് കളിക്കാനൊരു ജീവിതത്തിൽ ഒരു അവസരം കിട്ടുന്നില്ല. കാരണം ഇന്നത്തെ പോലെ അല്ലല്ലോ അന്നത്തെ ജീവിതം. ഇന്നിപ്പോ നമുക്ക് ധാരാളം സമയമുണ്ട്. അന്ന് കാർഷിക ജീവിതമല്ലേ. കാലത്ത് പുലർച്ചയ്ക്ക് എണീക്കണം, പശുക്കൾക്ക് വെള്ളം കൊടുക്കണം, ചാണകം വാരെടുക്കണം, വേണ്ടേ, തൊഴുത്ത് വൃത്തിയാക്കണം. മനസ്സിലായില്ലേ? അതും അത്തരം സ്ഥലങ്ങളിലൊക്കെ കത്തിക്കാനുള്ളൊന്നും വിറക് കിട്ടില്ല. അപ്പൊ അവരെന്തെടുത്തിട്ടാ കത്തിക്കുക? ഈ ചാണകവരടി എടുത്തിട്ട് അതൊക്കെ ഇങ്ങനെ പേസ്റ്റ് പോലെയാക്കി ചുമരിലൊക്കെ ഒട്ടിക്കണം. ഈ തരത്തിലൊക്കെ പാവം ആ പണി. അത് കഴിഞ്ഞ് പശുവിനൊക്കെ കറന്ന് അതൊക്കെ കഴിയുമ്പോഴേക്കും ഇവിടെ വീട്ടിലുള്ളവർ എണീക്കും, അവർക്ക് വേണ്ടി ഒരുക്കണം. അപ്പൊ അന്നത്തെ സ്ത്രീകൾക്ക് എടുക്കാൻ മാത്രമുള്ള ജോലി ഉണ്ടാവും. അതിനിടയ്ക്ക് ദൂരെ നിന്ന് വെള്ളം കൊണ്ടുവരണം. ഇന്നിപ്പം മോട്ടർ ഇട്ടാ സ്വിച്ച് ഓൺ ചെയ്യുന്ന വർക്കൊന്നുമില്ലല്ലോ. ദൂരെ നിന്ന് എല്ലാവർക്കും കൂടി ഒരു കിണറൊക്കെ ഉണ്ടാവുള്ളൂ ഗ്രാമങ്ങളിൽ. അന്നത്തെ ഒരു കാലഘട്ടത്തിൽ അതൊക്കെയിരുന്നു. ഏതായാലും ഇങ്ങനെയൊക്കെ ഗോപികമാര് രാപ്പകലില്ലാതിരുന്ന് ജീവിതത്തിന്റെ അധ്വാനം കൊണ്ട് നടക്കുമ്പോൾ അവർക്കൊരു മോഹം അവരുടെ ഉള്ളിലുണ്ട്. എന്താണ്? ഇത്രയും ഞങ്ങളെയൊക്കെ ഉയർത്തിയ കൃഷ്ണനോടൊത്ത് എല്ലാം മറന്നൊന്ന് ആടി രസിക്കണം. കാരണം കൃഷ്ണന്റെ ഉള്ളിൽ സംഗീതമുണ്ട്, കൃഷ്ണന്റെ ഉള്ളിൽ നൃത്തമുണ്ട്. അപ്പൊ കൃഷ്ണനോടൊത്ത് ഒരിക്കൽ എല്ലാം മറന്നൊന്ന് രാസനൃത്തമാടാൻ അവരുടെ ഉള്ളിൽ ഒരു തീവ്ര മോഹം. ഇത് കൃഷ്ണൻ അറിയാം ഉണ്ട് എന്ന്. അപ്പൊ ഇത് മനസ്സിലാക്കിയ കൃഷ്ണൻ ഒരു ദിവസം പൂർണ്ണ നിലാവുള്ള രാത്രിയിൽ തൻ്റെ പുല്ലാങ്കുഴലും എടുത്ത് യമുനാ തടത്തിൽ വന്ന് രാത്രി ഏറെക്കുറെ അങ്ങോട്ട് ഒരു സന്ധ്യ കഴിഞ്ഞപ്പം ഒരു 7 മണിക്ക് ആകുമ്പോഴും പുല്ലാങ്കുഴലെടുത്ത് അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി. അന്നത്തെ കാലത്തൊക്കെ ആളുകൾ നേരത്തെ ഭക്ഷണമൊക്കെ കഴിക്കും. കാരണം ഇന്നത്തെ പോലെ വെളിച്ചമൊന്നുമില്ലല്ലോ. എന്തെങ്കിലും എണ്ണ വിളക്കൊക്കെ അന്ന് കൃഷ്ണന്റെ കാലത്ത് മണ്ണെണ്ണയൊന്നും കണ്ടെത്തിയില്ല. ഉണ്ടോ? കെറോസിനൊക്കെ ഉണ്ടുണ്ടോ? ഉണ്ടാവോ? ഇല്ല. കൃഷ്ണന്റെ കാലത്തൊക്കെ എണ്ണയുണ്ട്. തൈലം എന്ന വാക്കൊക്കെ നമുക്ക് കാണാം. അപ്പം എണ്ണ വിളക്കൊക്കെ അന്ന് കത്തിക്കുന്നുണ്ടാവും. എന്നാലോചിച്ചു, അന്നത്തെ കാലവും ഇന്നത്തെ കാലവും തമ്മിലൊരു വ്യത്യാസം. തീരെ കറണ്ട് ഇല്ലാത്തൊരു കാലം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവിടെ നമ്മളൊക്കെ എപ്പോഴേക്കും കറണ്ടായി കഴിഞ്ഞു. കണ്ടിട്ടുണ്ടോ? തീരെ കറണ്ട് ഇല്ലാത്ത ഉണ്ടോ? വെറും മണ്ണെണ്ണ വിളക്ക്, മുടവിളക്കോ പാനീസും ഭ്രാന്തലും ഒക്കെ ഉള്ളൊരു കാലം എത്ര പേര് ഒക്കെ കണ്ടിട്ടുണ്ട്? അപ്പൊ അങ്ങനെയുള്ളൊരു കാലഘട്ടത്തിൽ, ആ ഒരു കാലം, ഈ തീരെ ഇലക്ട്രിസിറ്റി ഇല്ലാത്ത ആ ഒരു കാലം, അവരൊക്കെ എങ്ങനെ ജീവിച്ചു? അപ്പം ഇവര് വേഗം ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങും. കാരണം അന്നത്തെ കാലം അങ്ങനെയല്ലേ. അപ്പൊ ഒരു 7 മണിയായപ്പം ഭഗവാൻ കൃഷ്ണൻ പുല്ലാങ്കുഴലൊക്കെ എടുത്ത് വിളിക്കാൻ തുടങ്ങി. ഏറ്റവും അങ്ങോട്ട് ഗോപികമാരുടെ മനസ്സിൽ തട്ടിയതും അവര് എല്ലാം മറന്ന് അവരുടെ മനസ്സിൽ കൃഷ്ണാന്തികം കൃഷ്ണാന്തികം എത്രയും വേഗം ആരുടെ എത്തണം? അവർക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. പിന്നെ അവിടുന്ന് ഒരു ഓട്ടമാണ്. ഇപ്പൊ ചിലവരൊക്കെ ഈ പശുവിനൊക്കെ വെള്ളം കൊടുത്തും, പശുവിനൊക്കെ രാത്രി ഒന്ന് വെള്ളം കൊടുത്ത് അതിനൊക്കെ ഒന്ന് വൃത്തിയാക്കി വെച്ച് എന്നിട്ട് കടന്നുറങ്ങാൻ പോകുന്നവരാ. ആ വെള്ളം കൊടുക്കലൊക്കെ അവിടെ ഇട്ടിട്ട് ഓടി. ചിലവര് കുഞ്ഞിനെയൊക്കെ ഉറക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത്, അതിനെ അവിടെ ഇട്ടിട്ട് ഓടി. ചിലതൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പണിയൊക്കെ ഒന്ന് കഴിഞ്ഞ് മേല് കഴുകി കുളിക്കാൻ അപ്പൊ അതിനൊക്കെയുള്ള വെള്ളമൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ടാവും.
ആ കുളി അവിടെ ഇട്ടിട്ട് കിട്ടിയ വസ്ത്രം എടുത്തിട്ട് ഓടി. ഇങ്ങനെ അവരെന്തൊക്കെ ജോലിയാണോ ചെയ്തുകൊണ്ടിരുന്നത് അതെല്ലാം അവിടെ നിർത്തി പകുതി വെച്ച് അവര് കൃഷ്ണാന്തികം ചെയ്യും. എങ്ങോട്ടോടി? അപ്പൊ അത്രയും ആ കൃഷ്ണന്റെ പുലാങ്കുഴൽ വിളി അവരിലൊരു വല്ലാത്തൊരു മാസ്മരികമായ ഒരു കൃഷ്ണനോടുള്ള ഒരു എന്തോ ഒരു ആകർഷണം, അവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ആകർഷണം ഉണ്ടാക്കി. അവർക്ക് അവരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അവരൊരു പാവകളെ പോലെ അങ്ങോട്ട് കൃഷ്ണന്റെ അടുത്തേക്ക് ഓടുകയാണ്. കൃഷ്ണൻ നോക്കുമ്പോൾ വല്ലാത്ത അത്ഭുതം. ചിലവരൊക്കെ വന്നിരിക്കുന്നത് താഴെ കൊടുക്കേണ്ടത് മേലെയും, മേലെ കൊടുക്കേണ്ടത് താഴെയും. അതായത് ഇവർക്ക് ചില സമയത്ത് ആ കുളിക്കുന്ന പെണ്ണുങ്ങളൊക്കെ അവർക്ക് എന്താ എവിടെ ഉടുത്തത് എന്നുള്ളത് ബോധമൊന്നുമില്ല. അങ്ങനെയൊക്കെ വന്നിരിക്കണവര്. അപ്പൊ കൃഷ്ണൻ ഇവരെ കണ്ടിട്ട് ചോദിച്ചു, ഏയ് ഗോപികമാരെ, എന്താ അവിടെ വല്ല തീപിടുത്തുണ്ടായോ? എന്താ എല്ലാരും കൂടി ഈ രാത്രിയിൽ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? കൃഷ്ണൻ എന്തോ ഇവര് അങ്ങോട്ട് വന്നത് എന്തോ ശരിയല്ല എന്നുള്ളൊരു ഭാവത്തിലാണ് ഇവരോട് സംസാരിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നിക്കൂ, ഈ രാത്രിയിൽ നിങ്ങൾ ഇവിടെ വരുന്നത് അത്ര ശരിയല്ല. രാത്രി നിങ്ങളുടെയൊക്കെ ജോലി ഭർത്തൃ ശുശ്രൂഷണം, മക്കളെ നോക്കുക, അവരുടെയൊക്കെ കാര്യങ്ങൾ നോക്കുക, അതൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ഇവിടെ വന്ന് എൻ്റെ അടുത്തേക്ക് വരികയാണോ? എല്ലാരും പ്രതിയാതു പറഞ്ഞാൽ തിരിച്ചു പോയിക്കോളൂ എന്ന്. എന്നിട്ട് കൃഷ്ണൻ പറയുന്നുണ്ട്, ഇനിയിപ്പോ ഭർത്താവ് അത്ര ശരിയില്ലെങ്കിലും നിങ്ങൾ അവരെ നോക്കണം കേട്ടോ എന്ന്. ചിലവർ രണ്ടെണ്ണമൊക്കെ അടിച്ചു വരുന്നവരും ഉണ്ടാക്കി. ഏതായാലും ഭർത്താവ് ശരിയല്ലെങ്കിലും പോയി നിങ്ങളൊക്കെ നോക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണുങ്ങളെ മുഴുവൻ പറഞ്ഞേക്കുമ്പോൾ ഒരെണ്ണം പോകുന്നില്ല, എല്ലാം തൂണുപോലെ നിൽക്കണം. അപ്പൊ കൃഷ്ണൻ ചോദിച്ചു, എന്താ ഗോപികമാരെ? അല്ല, അങ്ങ് പറഞ്ഞില്ലേ ഭർത്തൃ ശുശ്രൂഷണം സ്ത്രീണം പരോധർമ്മം, ഭർത്താവിനെ ശുശ്രൂഷിക്കലാണ് സ്ത്രീകളുടെ ധർമ്മം. അതെ, ഞങ്ങളുടെ ഭർത്താവ് നിങ്ങളാ, ഞങ്ങളുടെ ഭർത്താവ് കൃഷ്ണനാ. അതെങ്ങനെ ഞാൻ നിങ്ങളുടെ ഭർത്താവുക? ഞാനെങ്ങനെ നിങ്ങളുടെ ഭർത്താവ്? അപ്പൊ ഭർത്താവ് എന്നുള്ള വാക്കിന്റെ അർത്ഥം പറയാണ്. ഭർത്താവ് ആരാണ്? സവൈപതി എന്നാണ്, അവനാണ് പതി എന്നാണ്. ആരെ അഭയം പ്രാപിച്ചാലാണോ അകുതം ഭയം എന്നാണ്. ഭയം കുതം, എവിടെയാണ് ഭയം ഉണ്ടാവുക? അപ്പൊ അങ്ങനെയുള്ള ഒരാളാണ് ഞങ്ങളുടെ ഭർത്താവ്. അതായത് ഭർത്താവ് എന്നുള്ളതിന് മറ്റൊരർത്ഥം പതി എന്നാണ്. എന്താണ്? പതി. അപ്പോ പതി എന്നതിന് മറ്റൊരർത്ഥം സംസ്കൃതത്തില് അഭയം എന്നൊരർത്ഥമുണ്ട്. എന്താണ്? പതി, അഭയം. ആരെ അഭയം തേടിയാലാണോ ഇനി വേറൊരാളെയും അഭയം തേടേണ്ടതായി ഇല്ലാത്തത്, അതാണ് പതി. സാധാരണ ഭർത്താവിനെ അഭയം തേടിയാൽ ഭയം പോവോ? ഭയം പോവോ? തൽക്കാലത്തേക്ക് പോവും, പക്ഷേ അല്ലേ, ഒരു ധൈര്യമാണ്. പക്ഷെ എല്ലായ്പ്പോഴും ഭയം പോവോ? ഭയം പോവോ? ഇല്ലേ. വീട്ടിൽ കള്ളം കയറിയപ്പം ഭാര്യയോട് ഭർത്താവ് പറയാണ്, നീ നോക്ക്, ഞാനിവിടെ വാതിലിന്റെ പുറത്ത് നിൽക്കാന്ന്. ഇങ്ങനെയുള്ള ഒരു ഭർത്താവിനെയാണ് ഭർത്താവിനെയാണ് കൊണ്ടു നടക്കുന്നതെങ്കിൽ അവിടെ ഇവിടെ ഭയം ഉണ്ടാവുക. താനീ പേടി തൊണ്ടന്മാരായ ഭർത്താവും ഇല്ലേ? ഉണ്ടോ ഇല്ലയോ? ഉണ്ടോ? ഉണ്ട്. അവർ ധൈര്യമില്ലാത്ത ഭർത്താവും ഉണ്ട്. അപ്പോ ഇങ്ങനെ കൃഷ്ണനെ ആരായി കാണുന്നവര്? ഭഗവാൻ പറഞ്ഞു, ഗോപികമാരെ, നിങ്ങള് ആള് തിരക്കടില്ല. കാരണം നിങ്ങൾ എന്നെ ആരായി കാണുന്നു? പരമാത്മാവായ ഒരു ഭർത്താവായി കാണുന്നു. അപ്പൊ കൃഷ്ണന് അവരുടെ കൃഷ്ണനിലുള്ള ഭക്തി കൃഷ്ണൻ അറിയാം. പക്ഷെ അതൊരിക്കലും ഒരു ലൗകികമാവരുത്, അതൊരു ആത്മീയമായൊരു ഭക്തിയാവണം. നോക്കൂ, കൃഷ്ണൻ ഗോപികമാരുടെ കൂടെ ഒരു ഗോപികയും കൃഷ്ണനും തമ്മിലുള്ള ഒരു ലൗകിക നൃത്തമല്ല കൃഷ്ണൻ ആടുന്നത്. മനസ്സിലായില്ലേ? അതെപ്പോഴും ഓർക്കണം. കൃഷ്ണന്റെ ലക്ഷ്യം എന്താണ്? ആ ഗോപികമാരെ പൂർണ്ണതയിലെത്തിക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ?
കൃഷ്ണൻ സ്ഥൂലതലത്തിലല്ല അവരെ നോക്കുന്നത്, കൃഷ്ണൻ സൂക്ഷ്മതലത്തിലാണ്. ഈ ഗോപികമാരെത്രമാത്രം എന്നെ അവരിലെ പരമാത്മാവായി കാണുന്നുണ്ട്, ഇത് ഉറപ്പിക്കണം. അപ്പൊ കൃഷ്ണൻ അഭിനയിച്ചു, ശരി ഗോപികമാരെ, എന്നാ ഞാൻ നിങ്ങളുടെ ഭർത്താവ് തന്നെ. ഇനി എന്താണ്? അപ്പൊ അവര് പറഞ്ഞു, കൃഷ്ണ, ഞങ്ങൾക്ക് ഏറെ കാലത്തെ മോഹാണ് അങ്ങയോടൊത്ത് നൃത്തമാടണമെന്ന്. അങ്ങനെ ഗോപികമാരും കൃഷ്ണനും തമ്മിൽ ആ വൃന്ദാവനത്തിലെ യമുനാ തടത്തിൽ നൃത്തമാടുകയാണ്. അങ്ങനെ അങ്ങോട്ട് തുടങ്ങിയില്ലേ. കൃഷ്ണൻ പുല്ലാങ്കുഴൽ വിളിക്കണു, ഗോപികമാരങ്ങോട്ട് തകർപ്പൻ DJ പാർട്ടി. ആദ്യത്തെ DJ പാർട്ടി നടത്തിയത് ആരാണ്? ഈ രാത്രിയിലെ പാർട്ടിയാണല്ലോ ഇത്. അടിപൊളി ഡാൻസും പാട്ടും. കൃഷ്ണൻ പുല്ലാങ്കുഴൽ വിളിക്കും, ഗോപികമാര് നൃത്തം ചവിട്ടാൻ തുടങ്ങി. അങ്ങനെ ഡാൻസ് കളിച്ച് സമയം പോയതൊന്നും അറിഞ്ഞില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഈ ഗോപികമാരുടെ ഇടയിൽ ഉന്തും തള്ളും, രാഷ്ട്രീയക്കാരെ പോലെ. അവർക്ക് ഈ സ്റ്റേജിൽ നേതാക്കന്മാര് വന്നാൽ എന്ത് ചെയ്യും? ചിന്ന ചിന്ന നേതാക്കന്മാരൊക്കെ കൂടെ കിടന്ന് ഉന്തും തള്ളും ഉണ്ടാക്കും. ഇതുപോലെ ഇവിടെ ഒരു ഉന്തും തള്ളും. എന്താ ഒരു ഉന്തും തള്ളും ഒക്കെ? അപ്പൊ മനസ്സിലായി ചിലവർക്കൊക്കെ കൃഷ്ണനിലേക്ക് ഇങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. അപ്പൊ കൃഷ്ണന്റെ അടുത്ത് തൂങ്ങി നിൽക്കുന്നവരെ ഒരു തള്ളു. നീ കുറെ നേരമില്ലേ അവിടെ തൂങ്ങി നിൽക്കണു, മാറും കണ്ട്. എനിക്കും അവിടെ കുറച്ചു നേരം കൃഷ്ണനോടൊത്ത് നൃത്തമാടണം. ഇവരിടയിൽ ഇങ്ങനെ ഒരു പോര്, ഒരു മത്സരം കൃഷ്ണൻ കണ്ടതും കൃഷ്ണൻ അന്തർധതേ ഹരി എന്ത് ചെയ്തു? അവിടെ നിന്ന് അങ്ങോട്ട് പറഞ്ഞു, ഈ പോര് നടക്കട്ടെ എന്ന് വെച്ചു. അങ്ങനെ അവർക്ക് വിഷമായി. കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് ബുദ്ധി വന്നു, അയ്യോ, നമ്മുടെ ഈ പോര് കാരണം ആര് പോയി? കൃഷ്ണൻ പോയി. കൃഷ്ണനെ കാണാനില്ല. ഗോപികമാര് പിന്നെ അവിടുന്ന് ഒരു അന്വേഷണമാണ്. ആ യമുനയുടെ തടത്തിലുള്ള മല്ലികെ, യൂതികെ, പിച്ചകം, തുളസി, കല്യാണി കണ്ടുവോ ഞങ്ങളുടെ കൃഷ്ണനെ? തുളസി കണ്ടുവോ കൃഷ്ണനെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണനെ കണ്ടുവോ എന്നുള്ള അന്വേഷണം. എവിടെ കാണുന്നു കൃഷ്ണനെ? കാരണം കൃഷ്ണൻ എങ്ങോട്ടാ പോയതെന്നുള്ളവരാരും കണ്ടില്ല. അത്ര വേഗത്തിൽ കൃഷ്ണൻ മറഞ്ഞു. അപ്പോഴാണ് ഒരു ഗോപിക, അവള് പെരുമ്പാവൂരുകാരിയാവണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ അത്ര സൂക്ഷ്മ ബുദ്ധിയുള്ളവളായിരുന്നു. അവള് നേരെ താഴോട്ട് നിലത്തേക്ക് നോക്കിയപ്പം മണൽ ആണല്ലോ. അപ്പൊ കാലടികൾ പോയ ഒരു ലക്ഷണം. അവള് പറഞ്ഞു, കണ്ടു 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 എന്നൊക്കെ പറഞ്ഞു ഉറക്കെ ബഹളം. എന്ത് കണ്ടു? ദേ കൃഷ്ണൻ ഈ വഴിക്കാ പോയത്, കണ്ടില്ലേ കൃഷ്ണന്റെ കാല്? എല്ലാവരും നോക്കിയപ്പോ കൃഷ്ണൻ മാത്രല്ല പോയത്, ഒരു ഗോപിയേടിയും കൂടി കാലുണ്ട്. അമ്പട കള്ള, ഞങ്ങളിൽ ഒരാളെയും കൊണ്ടാണ് നീ പോയത്. എന്നാ പിന്നെ അവളെ കണ്ടുപിടിച്ചിട്ട് കാര്യം. ഇവർക്ക് അസൂയ വന്നു. അപ്പൊ ഇവര് പറയണം, ഒരു പക്ഷെ ശരിക്കും അവളായിരിക്കും കൃഷ്ണനെ കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ടാവുക. കൃഷ്ണൻ അതുകൊണ്ടായിരിക്കും അവളെ കൊണ്ടുപോയത് എന്ന്. അങ്ങനെ ആരെ കൊണ്ടുപോയി എന്നാ പറയാ? ഗോപികമാരുടെ ഇടയിൽ ആരെ കൊണ്ടുപോയി എന്നാ പറയുമ്പം രാധ. ഭാഗവതത്തിൽ അങ്ങനെ സ്പെസിഫിക് ആയിട്ട് പറയില്ല. ഒരു വാക്കിങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്, അനയാ ആരാധിതോനൂനം ഭഗവാൻ ഹരിരീശ്വര എന്നൊരു വാക്കുണ്ട്. ഏതായാലും അവരെ അന്വേഷിച്ച് കുറച്ച് പുറകെ പോകും. കുറച്ചൊരു കാടിന്റെ ഉള്ളിലേക്കാ പോയത്. അവിടെ നിന്ന് ഒരു കരച്ചില്, ആ നാഥ രമണപ്രേഷ്ഠ ക്വാസി ക്വാസി മഹാഭുജ ദാസ്യാസ്തേ കൃപണായാമേ സഖേ ദർശയ സന്നിധിം. കൃഷ്ണ, എന്നെ ഇവിടെ ഇട്ടിട്ട് പോവല്ലേ, കൃഷ്ണ എന്നെ ഉപേക്ഷിച്ചു പോവല്ലേ. അപ്പൊ ഇവർക്ക് സമാധാനായി. കാരണം കൃഷ്ണൻ അവളെയും കാട്ടിലിട്ടിട്ട് പോയിന്ന്. ഇനിയിപ്പോ കൃഷ്ണൻ അവളെ വിട്ടിരിക്കണോ? അപ്പൊ ചെന്ന് നോക്കുമ്പോഴല്ലേ ഇവള് പറയുന്നത്, എന്ത് പറ്റിച്ചാല് കുറച്ചു ദൂരം പോയപ്പം ഇവള് പറഞ്ഞു, കാട്ടിൻ്റെ ഉള്ളിലുള്ള വഴി എനിക്ക് അറിയില്ല കൃഷ്ണ, അതുകൊണ്ട് ഒരു കാര്യം ചെയ്യൂ, എന്നെ കൃഷ്ണൻ പുറത്തെടുത്ത് കൊണ്ടുപോകുന്നു. അപ്പം ഭഗവാന് മനസ്സിലായി, മറ്റവര് ഇങ്ങനെ താഴെ നിന്നേ ഉന്തിയിട്ടുള്ളൂ, ഇതിപ്പോ തലയ്ക്ക് കയറിയിട്ടാണ് ഇവളുടെ വക ഉന്തല്. ഇവളോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, ആ പാറപ്പുറം കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ കയറ്, എൻ്റെ പുറത്തേക്ക് ചാഞ്ഞോളൂ എന്ന്. ഇവൾ അത് വിശ്വസിച്ച് പാവം പാറപ്പുറത്തൊക്കെ കയറി ചാഞ്ഞതേ ഓർമ്മയുള്ളൂ. അവിടെ കൃഷ്ണൻ ഉണ്ടായിരുന്നില്ല.
കൃഷ്ണൻ അവിടുന്ന് മുങ്ങിക്കളഞ്ഞു. അവള് താഴെ കെട്ടി പറഞ്ഞു വീണ് അവിടുന്ന് ഉറക്കാലാണ്. അയ്യോ, എന്നെ വിട്ടിട്ട് പോയല്ലോ, എന്നെ വീക്ഷിച്ചു പോയല്ലോ, കൃഷ്ണ എന്നെ കൈവിടല്ലേ എന്നും പറഞ്ഞ് അവിടെ അരച്ചില്. ഏതായാലും ഗോപികമാർക്ക് മനസ്സിലായി കൃഷ്ണൻ എല്ലാവരിൽ നിന്നും എവിടെയോ പോയി ഒളിച്ചു. ആ കൃഷ്ണനോട് ചെയ്ത തെറ്റല്ലേ അവര് എന്നവർക്ക് മനസ്സിലായി. അവര് തിരിച്ചു വീണ്ടും യമുനാ തടത്തിൽ വന്ന് ആ കൃഷ്ണനെ ഓർത്തുകൊണ്ട് കൃഷ്ണനെ സ്മരിക്കുന്ന, കൃഷ്ണനോട് അവരുടെ ഹൃദയത്തെ സമർപ്പിക്കുന്ന മനോഹര വരികളാണ് ഗോപികാഗീതം. ഭാഗവതത്തിലെ അതിസുന്ദരമായൊരു ഭാഗമാണ് ഇത് ഗോപികാഗീതം. 31-ാം അധ്യായം നിങ്ങൾ വായിച്ചു കാണപ്പം. ജയതി തേതികം ജന്മനാ വ്രജ ശ്രയത ഇന്ദിരാ ശശ്വതത്രഹി ദൈതദൃശ്യതാം ദിക്ഷു താവക ത്വയി ധൃതാസവ ത്വം വിചിന്നതേ ശരദുദാശയേ സാധുജാതസ സരസിജോദര ശ്രീമുഷാദൃശ സുരതനാഥതേ അശുൽക്കദാസിക വരദനിഘ്നതോ നേഹ കിംവത തുടങ്ങിയിട്ടുള്ള വരികൾ മനോഹര വരികളാണ്. ഗോപികമാര് പറയുന്നു, ഞങ്ങൾ വളരെ സുഹൃതികളാണ്. എന്താന്ന് വെച്ചാൽ കൃഷ്ണൻ ലീലയാടുന്ന വൃന്ദാവനത്തിൽ ഞങ്ങൾക്കും ജീവിതം കിട്ടിയത് ഞങ്ങളുടെ ഒരു പരമഭാഗ്യം. ജയതി തേതികം ജന്മന വ്രജ. ഈ ജന്മന, ഞങ്ങൾക്ക് ഈ ജന്മം വ്രജഭൂമിയിൽ കിട്ടിയത് ഞങ്ങളുടെ ജീവിതത്തിന്റെ മഹാഭാഗ്യമാണ്. കാരണം അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് കൃഷ്ണ അങ്ങയെ കാണാനും അങ്ങയിലൂടെ ജീവിതത്തെ എന്താണെന്ന് അറിയാനും മനസ്സിലാക്കാനൊക്കെ സാധിച്ചത്. ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ്. എന്നിട്ട് കൃഷ്ണ ഞങ്ങൾ അങ്ങയിൽ മനസ്സർപ്പിച്ച് എല്ലാം അങ്ങയിൽ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. പക്ഷെ എന്നിട്ടും അങ്ങ് ഞങ്ങൾ എന്തിനാണ് കൊല്ലാതെ കൊല്ലുന്നത്? അശുൽക്കദാസികളായ ഞങ്ങളെ എന്തിനാണ് അങ്ങ് കൊല്ലുന്നത്? എന്താണ് കൃഷ്ണ ഞങ്ങളോട് ഇത്രയും ക്രൂരത കാണിക്കുന്നത്? അതാണ്. അപ്പോൾ ഞങ്ങൾക്കറിയാം അങ്ങയ്ക്ക് ഞങ്ങളെ ഉപേക്ഷിക്കാൻ പറ്റില്ല. ആർക്ക്? കാരണം അങ്ങ് ഞങ്ങളുടെ പരമാത്മാവാണ്. കൃഷ്ണൻ ആരെയും ഉപേക്ഷിക്കില്ല. കാരണം കൃഷ്ണൻ എല്ലാവരുടെയും. കൃഷ്ണനെ ഗോപികമാരെങ്ങനെയാ കണ്ടത് അത് മനസ്സിലാക്കി. നകലു ഗോപികാം നന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മദൃ വിഘനസാർത്തിദോ വിശ്വഗുപ്തയേ സഗവുദേവാൻ സത്വതം കുലേ വിരജിതാഭയം വിഷ്ണിതുര്യതേ ചരണമീയുഷാം സംസൃതേർഭയാൽ കരസരോരുഹം കാന്തകാമദം ശിരസി ദേഹിന ശ്രീകരഗ്രഹം നകലു ഗോപികാനന്ദനോ ഭവാൻ. ഞങ്ങൾക്കങ്ങ് കേവലം യശോദാദേവിയുടെ നന്ദനല്ല. കൃഷ്ണനെ ഗോപികമാരെവിടെ കാണുന്നത്? അഖിലദേഹിനാം അന്തരാത്മാ. ആരാണ് കൃഷ്ണൻ? ഈ വാക്ക് മറക്കരുത് നിങ്ങൾ. അഖിലദേഹിനാം. ദേഹി എന്ന് പറഞ്ഞാൽ മനസ്സ് നടത്തം. ആരാണ് ദേഹി? മനസ്സ്. ആ മനസ്സിന് നേടാനുള്ള അന്തരാത്മാ പൂർണ്ണബോധമാണ് ആര്? ഭഗവാൻ. ഭഗവാൻ എന്നാൽ പൂർണ്ണബോധം. ആ പൂർണ്ണബോധത്തിന്റെ അംശമായ മനസ്സാണ് ദേഹി. അഖില എന്താണ് ആ വാക്കെന്താണ്? അഖിലദേഹിനാം അന്തരാത്മന നകലു ഗോപിക നന്ദനോ ഭവാൻ. ചൊല്ലു അത് എല്ലാവരും. നകലു ഗോപിക
നന്ദനോ ഭവാൻ അഖിലദേഹിനാമന്തരാത്മതൃ വിഗനസാർപ്പിതോ വിശ്വഗുപ്തയേ സഗവുദേവാൻ സത്വതം കുലേ. എന്താ ഭഗവാനെ, അതുകൊണ്ട് കൈപിടിച്ചുയർത്തേണ്ട അങ്ങ് കൈവിടാൻ പാടൂ. അവിടുന്ന് ഞങ്ങളെ വിരജിതാഭയം വൃഷ്ണിതുര്യതേ ചരണമീയുഷാം സംസദേർപ്പയാ കരസരോരുകം കാന്തകാമതം ശിരസി ദേഹിന ശ്രീകരഗ്രഹം. കൈപിടിച്ചുയർത്തേണ്ട അങ്ങ് ഞങ്ങളെ കൈവിടുന്നത് ശരിയാണോ? ഞങ്ങൾക്കാണെങ്കിൽ അങ്ങയിലേക്ക് അങ്ങ് വന്ന് ചേരണം. ഞങ്ങളുടെ മനസ്സിങ്ങനെ വെമ്പുകയാണ് അങ്ങയിലേക്ക് എത്തിച്ചേരാനായിട്ട്. എങ്ങനെയാണ് അങ്ങയിലേക്ക് എത്തിച്ചേരേണ്ടത്? ഞങ്ങളുടെ പൂർവികർ പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്ങനെയാണ്? തവകഥാമൃതം തപ്തജീവനം കവിപിരീഡിതം കൽമഷാപകം ശ്രവണമങ്കണം ശ്രീമദാദതം ഭുവി ഗൃണന്തി തേ ഭൂരിധാ ജനാ. എന്താ പറയണത്? കഥാമൃതം കേട്ട് നാമാമൃതം കൊണ്ടു നടന്ന് അങ്ങനെ അങ്ങയുടെ നാമത്തിൽ ലയിച്ച് അങ്ങയിലേക്ക് എത്താൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരിക്കുന്നു. അങ്ങയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങയിലേക്ക് എത്തിച്ചേർന്നാലോ? ഞാൻ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് ചൊല്ലുകയാണേ, സമയത്തിന്റെ കുറവുള്ളതുകൊണ്ട്. സുരതവർദ്ധനം ശോകനാശനം സ്വരിതവേണുനാ സുഷ്ടുചുംബിതം ഇതരരാഗ വിസ്മാരണം നൃണാം വിതരവീരന തേതരാമൃതം. എന്താ പറയുന്നത്? സുരതവർദ്ധനം ശോകനാശനം. നാമത്തിലേക്ക് മുഴുകും തോറും സുരതം എന്ന് പറഞ്ഞാൽ ഒരു പരമ ആനന്ദ നിർവൃതിയുടെ അവസ്ഥയാണ്. ശരിക്കും സുരതം എന്നുള്ളത് സ്ത്രീ പുരുഷ ബന്ധത്തിന്റെ തീവ്രമായ ഒരു ഭാവത്തെയാണ് പറയുക. സുരതം എന്ന് പൊതുവെ പറയാം. ഇവിടെ ജീവാത്മാവും പരമാത്മാവും ചേർന്ന് നാമത്തിൽ അത്രയും മുഴുകിച്ചേരുമ്പോൾ ഒരു സ്ത്രീ പുരുഷ ലയം പോലെ തന്നെ നാമവും മനസ്സും ലയിക്കുന്ന അവസ്ഥ. ആ ഒരവസ്ഥയിൽ കിട്ടുന്ന അനുഭവത്തിന്റെ പേരാണ് സുരതവർദ്ധനം. അപ്പോഴെന്തുണ്ടാവും? ശോകനാശനം. എന്തുണ്ടാവും? എല്ലാവർക്കും വേണം. എന്ത്? മനസ്സിലെ ശോകം നശിപ്പിക്കണം. വേണ്ടേ? വേണോ? അതിനെന്താ വഴി? നാമജപത്തിൽ മുഴുകിച്ചേരണം. അപ്പൊ ഏതു പോവും? ശോകനാശനം. ഇതര രാഗവിസ്മാരണം. അതായത് ലൗകിക സുഖങ്ങളോടുള്ള രാഗത്തിന്റെ തീവ്രത കുറഞ്ഞു വരും. വിധരവീരന തേ അധരാമൃതം. അതാണ് അവിടുത്തെ അധരാമൃതം എന്നൊക്കെയുള്ള വാക്കിന് നാമാമൃതം എന്നർത്ഥം എടുക്കണേ. അപ്പൊ ഇതൊരു ലൗകിക ഭാഷയാണ്. അപ്പൊ അവിടുത്തെ നാമാമൃതത്തിന് അങ്ങനൊരു പരമാനന്ദ നിർവൃതി തരാനുള്ളൊരു കഴിവുണ്ട്. അത് ഞങ്ങൾക്കറിയാം കൃഷ്ണ. അതനുഭവിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അങ്ങ് ഞങ്ങളെയൊക്കെ കൈവിട്ടു എന്നാണ്. ഇവിടെ ഒരു വാക്ക് നിങ്ങളൊക്കെ ഓർക്കണം. സ്വരിത വേണുനാ സുഷ്ടു ചുംബിതം. ഭഗവാൻ വേണുവിനെ ചുംബിക്കുന്ന ആ ഒരു ഭാവം എപ്രകാരമാണോ വേണുവിനെ ചുംബിച്ചുകൊണ്ട് പാടുന്നത്, വേണുവിനെ ചുംബിച്ചുകൊണ്ട് പാടുമ്പോൾ ആ വേണുവിൽ അങ്ങനെ, ആ സംഗീതത്തിൽ അങ്ങനെ എന്ത് ചെയ്യുന്നു? ലയിച്ചു പോകുന്നു. ഇതുപോലെ നാമത്തിൽ അങ്ങോട്ട് എന്ത് ചെയ്യണം? ലയിച്ചു ചേരണം. ഈ ഒരു രൂപം നമ്മൾ വീട്ടിലൊക്കെ കൃഷ്ണന്റെ ഓടക്കുഴൽ വെച്ചുള്ള രൂപമില്ലേ,
ഇതെന്തിൻ്റെ പ്രതീകമാണ്? പലപ്പോഴും നമ്മളിതൊന്നും മനസ്സിലാക്കില്ലേ. എല്ലാവരും ഇങ്ങനെയുള്ള വിഗ്രഹമൊക്കെ കൊണ്ടുവയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതൊക്കെ നിങ്ങൾ ബുക്ക് ചെയ്തിട്ടുണ്ടാവില്ലേ, ഇതൊക്കെ ഇവിടെ കൊടുക്കാനുള്ളതാണ് സപ്താഹം കഴിഞ്ഞിട്ട്. അപ്പൊ ഇങ്ങനെയുള്ള വിഗ്രഹമൊക്കെ നിങ്ങൾ കൊണ്ടുപോകുമ്പോൾ, ആർക്കെങ്കിലും കൊടുക്കുമ്പോൾ പറയണം, കൃഷ്ണൻ എന്ന വാക്കിന് പൂർണ്ണബോധമെന്നും വേണു എന്ന വാക്കിന് ശരീരമെന്നും അർത്ഥം. എന്താണ്? ഈ ശരീരമാണ് വേണു. ഓടക്കുഴലിൽ 9 ദ്വാരങ്ങളുണ്ട്. ഒന്ന് ഊതുന്നത്, പിന്നെ സാരി ഗ മ പ ത നി 7, പിന്നെ ഈ കാറ്റ് പുറത്തേക്ക് പുറത്തു പോകുന്നത്. ഇപ്പൊ എത്രയും മൊത്തം? 7 2 9. ഈ മനുഷ്യ ശരീരത്തിലും എത്ര ദ്വാരം? 9 ദ്വാരം. കണ്ണിന്റെ 2 ദ്വാരം, മൂക്കിന്റെ 2 ദ്വാരം, വായ, കാത്, താഴെ മലമൂത്രങ്ങളൊക്കെ അടക്കം എത്രയും 9 ദ്വാരം. നവദ്വാരേ പുരേ, നവദ്വാരപുരം ദേഹി. ഏതുപോലെയാണത്? ഒരു മുളന്തണ്ട് പോലെയാണത്. ഏതുപോലെ? മുളന്തണ്ട്. അതുകൊണ്ടാണ് ഹിന്ദു സംസ്കാരത്തില് മരിച്ചു കഴിഞ്ഞാൽ 2 മുള വെച്ച് കെട്ടി 9 കമ്പ് കെട്ടി അതിലായിരുന്നു പഴയ കാലത്ത് ബോഡി ചിതയിലേക്ക് കൊണ്ടുപോകുക. ഇപ്പോഴാണ് കേരളത്തിൽ അതൊക്കെ മാറി. ഇപ്പോഴും നോർത്തിൽ ഈ ചടങ്ങുണ്ട്. മുളയിലൊക്കെ ബോഡി കൊണ്ടുപോകുന്ന ചടങ്ങ് അവർ വിട്ടിട്ടില്ല. ഇവിടെയുണ്ടോ? അങ്ങനെ ചെറിയ കമ്മ്യൂണിറ്റിയിൽ മാത്രമേ ഉള്ളൂ. ജനറലി ഇവിടെ ഇല്ല. ജനറലി അതൊക്കെ നമ്മളിൽ നിന്നും പോയി കഴിഞ്ഞ് ഇമ്പോസിബിൾ ആണ്. ഇങ്ങനെ മുളയിൽ കെട്ടിക്കൊണ്ടുപോകുമ്പോൾ ഓർക്കുന്നത് ഈ ശരീരമൊരു മുളന്തണ്ടാണ്. ആ മുളന്തണ്ട് ശ്രദ്ധിക്കുക. ഈ ശരീരമാകുന്ന മുളന്തണ്ടിന് ജീവിതമാകുന്ന സംഗീതം കൊടുക്കുന്നത് ഞാൻ എന്നൊരു അഹങ്കാരമല്ല, അതിനെ ഉണർത്തുന്ന കൃഷ്ണനാകുന്ന പൂർണ്ണബോധമാണ്. നമ്മൾ മറന്നുപോകുന്നു. കാരണം നമ്മൾ ഈ രാവിലെ എണീക്കുന്നത് മുതൽ ഞാൻ 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 എൻ്റെ എന്നും പറഞ്ഞ് ഞാൻ എൻ്റെ എനിക്ക് ഇത് കൊണ്ട് നടക്കുമ്പോൾ നമ്മൾ തെറ്റിദ്ധരിച്ചു ഈ ഞാൻ ഉണർന്നത് ശരീരത്തിൽ നിന്നാണെന്ന്. പക്ഷെ ഈ ഞാനിനെ ഉണർത്തിയത് പൂർണ്ണബോധമാണ്. മനസ്സിലായില്ലേ? ആ ഞാനിനെ നിലനിർത്തുന്നതും അതുകൊണ്ടാണ് മനസ്സിന് സ്വാതന്ത്ര്യമുള്ളത്. നിങ്ങൾ അല്പം ഒന്നിരുന്ന് ആലോചിച്ചാൽ പിടികിട്ടും. മനസ്സ് ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. ഈ ശരീരത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല. അത് പുറത്തേക്ക് പോകുന്നുണ്ട്, പലതും കാണുന്നുണ്ട്. ഉണ്ടോ? മനസ്സിലായില്ല? നിങ്ങൾ ആലോചിക്കുക. ബ്രെയിനിനകത്ത് ഉള്ളതാണ് മനസ്സെങ്കിൽ അത് ബ്രെയിനിനകത്ത് നിന്ന് തന്നെ നിൽക്കണം. മനസ്സിലാവുണ്ടല്ലോ? അതൊരു ഓർഗൻസിന്റെ ഉള്ളിൽ നിൽക്കുന്നതല്ല. ഏത്? മനസ്സ്. അതിന് ഒരു ഓർഗനുമായിട്ട് ബന്ധം ഇല്ല. അപ്പൊ മനസ്സ് വ്യാപ്തി ഉള്ളതാണ് മനസ്സ്. ഏത്? ആണോ അല്ലയോ? മനസ്സിന് എന്തുണ്ട്? വ്യാപ്തിയുണ്ട്. അതിന് പ്രത്യേകിച്ച് ഒരു രൂപവും ഇല്ല. ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? അപ്പൊ അങ്ങനെയുള്ളൊരു മനസ്സ് ശരീരത്തിൽ നിന്നാണോ ഉണർന്നു വരുന്നത്? ആണോ? അപ്പൊ എവിടെ നിന്ന് ഇത് ഉണർന്നു വരുന്നു? അപ്പൊ ഉണർന്നു വരുന്ന മനസ്സിനെ ഉണർത്താൻ ഒരു ശക്തി ഉണ്ടായേ പറ്റൂ. എന്ത് പ്രകടമാവുന്നുണ്ടോ പ്രകടമാകുന്നതിനെ പ്രകടമാക്കാൻ ഒരു ശക്തി ഉണ്ടാവണം. എങ്കിലേ ഇത് പ്രകടമാവുള്ളൂ. കാരണം ശൂന്യതയിൽ നിന്നൊന്നും ഉണ്ടാവില്ല. അപ്പൊ മനസ്സ് ഉണർന്നു വരുമ്പോൾ ബോധത്തോടു കൂടിയിട്ടാണ് ഉണർന്നു വരുന്നതെങ്കിൽ മനസ്സിലാക്കണം, മനസ്സ് ഏതിൽ നിന്ന് ഉണർന്നു? ബോധത്തിൽ നിന്നും ഉണർന്നു. ഇപ്പോൾ നമുക്ക് എന്തും ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യം തരുന്നത് ശരീരമല്ല, മനസ്സിന് എന്തും ശ്രദ്ധിക്കാനും ചിന്തിക്കാനുമുള്ള സ്വാതന്ത്ര്യം തരുന്നതും ബോധം. അപ്പം മനസ്സിലാക്കണം, സ്വതന്ത്രമായത് പൂർണ്ണമാണ്.
ഇനി മനസ്സിലാക്കണം, രാത്രി നമ്മൾ തിരിച്ച് പോകുന്നതും ഏതിലേക്കാണ്? ബോധത്തിലേക്കാണ്. അതെങ്ങനെ മനസ്സിലായി? കാരണം ആ ബോധം ഒരു മനസ്സിനെ ഉറക്കുന്നു, വേറൊരു മനസ്സിനെ ഉണർത്തുന്നു. അതാണ് സ്വപ്നം. ഇപ്പൊ മനസ്സ് ഒരു ഭാഗം ഉറങ്ങി, ബോധമനസ്സുറങ്ങി, ഉപബോധ മനസ്സ് ഉണർത്തുന്നു. അപ്പൊ നമ്മൾ സ്വപ്നം കാണും. അതും ആരാ ചെയ്യുന്നത്? ബോധം തന്നെയാണ്. അതെങ്ങനെ മനസ്സിലായി? ആ സ്വപ്നത്തിൽ നിന്നും ഉണർത്തുന്നതും നമ്മളാണോ? സ്വപ്നത്തിൽ നിന്ന് നമ്മൾ ഉണരുമ്പോൾ ആരാ ഉണർത്തുന്നത്? അതും ബോധമാണ്. അപ്പൊ രാവിലെ ഉണർത്തുന്നതും ആരാണ്? ബോധമാണ്. അപ്പൊ ഒരു പൂർണ്ണ ബോധമാകുന്ന കൃഷ്ണനിലാണ് എൻ്റെ ജീവിതം ഇരിക്കുന്നതെന്ന് ഓർമ്മിപ്പിക്കുന്ന ചിത്രമാണ് പുല്ലാങ്കുഴൽ പിടിച്ചിരിക്കുന്ന മുരളീധര രൂപം. ഈ ബോധം നമുക്കുണ്ടാവണം. പാരാ മുരളീധരൻ? പൂർണ്ണബോധ സ്വരൂപനായ ഭഗവാനിലാണ്, ബോധത്തിലാണ് ഞാനാകുന്ന വ്യക്തിത്വം നിൽക്കുന്നതെന്ന കാര്യം ഓർമ്മിപ്പിക്കുന്ന രൂപമാണ് ഏത്? മുരളീധര രൂപം. അപ്പൊ ഇതൊക്കെ വീട്ടിൽ വെക്കുമ്പം ആ ഓർമ്മയിൽ വേണം. ആ കൃഷ്ണനെ ഇരുന്ന് രാവിലെ ധ്യാനിക്കുമ്പം ആ പുല്ലാങ്കുഴലെടുത്ത് പിടിക്കുന്ന കൃഷ്ണനെ നോക്കിയിട്ട് രാവിലെ തന്നെ ധ്യാനിക്കുന്ന സമയത്ത് എന്താ ഓർക്കേണ്ടത്? എന്താ ഓർക്കേണ്ടത്? മറന്നും പോയി. പൂർണ്ണബോധത്തിൻ്റെ ഒരംശമാണ് എൻ്റെ മനസ്സ്. അതിൽ നിൽക്കുന്നതാണ് ഈ ശരീരം. മനസ്സിലായില്ലേ? പൂർണ്ണബോധത്തിൻ്റെ അംശം മനസ്സ്. പറയുന്നത് ശ്രദ്ധിക്കണം. പൂർണ്ണബോധത്തിൽ നിന്നും പ്രകടമായതാണ് മനസ്സ്. മനോബുദ്ധിചിത്തം അഹങ്കാരം. അത് പ്രവർത്തിക്കുന്നത് പ്രാണനിൽ. പ്രാണനും മനസ്സിനും പ്രവർത്തിക്കാനുള്ളതാണ് ശരീരം. മനസ്സിലാവുണ്ടോ? പ്രാണനും മനസ്സിനൊക്കെ പ്രവർത്തിക്കാനുള്ള ഒരു ഉപകരണം മാത്രമാണ് ശരീരം. ഈ ബോധം നമ്മൾ ഉറപ്പിച്ചു വെച്ചിട്ടിരുന്ന് നാമജപത്തിലൂടെ ആരിലേക്ക് ഉയർത്തുക? ആരിലേക്ക് ഉയർത്തണം? ഭഗവാനിലേക്ക് ഉയർത്തണം. ഇതൊക്കെ ഓർമ്മപ്പെടുത്താനാണ് നമ്മളിരുന്ന് ധ്യാനിക്കുന്നത്. ഇപ്രകാരം പറഞ്ഞിട്ട് പറഞ്ഞു, അതിനാണ് ഞങ്ങൾ എല്ലാം വിട്ട് ആരിലേക്ക് എത്തിയത്? ഇതൊക്കെ ഓർത്തുകൊണ്ടാണ് ആരിലേക്ക് എത്തിയത്? കൃഷ്ണനിലേക്ക്. ഞങ്ങൾ എന്ത് ചെയ്തു? പതിസുതന്വയ ഭ്രാതബന്ധവാൻ അതിവിലംഘ്യതേ അച്യുതാഗത ഗതിവിതസ്തവൽ ഗീതമോഹിത കിതവയോഷിത കസ്ത്യജന്നിശി. ഞങ്ങളെല്ലാം ഉപേക്ഷിച്ച് അങ്ങയിലേക്ക് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഭഗവാനെ സ്മരിക്കുമ്പോൾ, നാമം ജപിക്കുമ്പോൾ ഈ വിചാരങ്ങളൊക്കെ ഇടണം. ഏത് വിചാരം? വീട്, കുടുംബം, ഭാര്യ, മക്കള്, പറമ്പ്, ഇതൊക്കെ എന്ത് ചെയ്യണം? വിട്ടിട്ട് വരണം എന്നല്ല പറഞ്ഞത്. എവിടുന്ന് വിടണം? അമ്പലത്തിലേക്ക് കയറുമ്പോ ചെരുപ്പ് ഊരി വെക്കുമ്പോ തന്നെ ഏത് വിടണം? ചെരുപ്പ് വിടണമെന്നാ? ചെരുപ്പ് വിടണമെന്നാണോ? അമ്പലത്തിലേക്ക് പോകുമ്പോ ചെരുപ്പൂരി അകത്ത് കയറുമ്പം എന്ത് വിടണം? എല്ലാ കുടുംബ ചിന്തകളും വിടണം. ഏത് മാത്രമേ പാടുള്ളൂ? ഒരു നാമജപം മാത്രമേ പാടുള്ളൂ. അതാണ് പതിസുധാന്വയ ഭ്രാതബാന്ധവാൻ. ഇതൊക്കെ വിട്ടിട്ട് അച്യുത ആഗത. മനസ്സെങ്ങോട്ടാഗതം? അച്യുതനിലേക്ക്. ഇത് സാധിക്കുമോ? ഇത് സാധിക്കുമോ? എന്താ മിണ്ടാത്തത് നിങ്ങള്? സാധിക്കുമോ? എളുപ്പമാണോ? എളുപ്പമാണോ? എളുപ്പമല്ല. ഗോപികമാർക്ക് ഇതൊക്കെ മനസ്സിലായി. എന്നിട്ട് ഞങ്ങളെ കൈവിടുന്നത് ശരിയാണോ കൃഷ്ണ? ഇത് പറഞ്ഞതും ഗോപികമാരുടെ മുന്നിൽ ആരെത്തി? കൃഷ്ണൻ. അപ്പൊ ഗോപികമാര് കൃഷ്ണനെ വളഞ്ഞ് എല്ലാവരും കൂടി അതിൻ്റെ ഇടയിൽ താമ്പൂലം കൊടുക്കണു. ഒരുത്തി അത് താമ്പൂലം പിടിച്ചു വാങ്ങണു. അവിടെ വേറൊരുത്തി പുതിയ താമ്പൂലം കൊടുക്കണു. ഇങ്ങനെയൊക്കെ കൃഷ്ണനെ അങ്ങോട്ട് പരിചരിക്കാൻ തുടങ്ങി.
അപ്പോൾ ഒരു ഗോപിക ചോദിക്കുകയാണ്, ഞങ്ങൾ ഇത്രയൊക്കെ സ്നേഹിച്ചിട്ട് ഇങ്ങനെ അത്ര ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് ഞങ്ങളെങ്ങനെ കൈവിട്ടു പോയത് ശരിയാണോ? അപ്പൊ അതിന് കൃഷ്ണൻ പറഞ്ഞ ഉത്തരം എന്താ അറിയോ? ഗോപികമാരെ, സത്യത്തിൽ ഞാൻ ആരെയും വിട്ടുപോയിട്ടില്ല. പക്ഷേ നിങ്ങളിലെ സ്വാർത്ഥത എന്നെ അങ്ങോട്ട് മറക്കുന്നു. അപ്പൊ ഞാൻ നിങ്ങളിൽ നിന്നും അകലെയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. വാസ്തവത്തിൽ ഞാൻ അങ്ങല്ല നിങ്ങളെ വിട്ടത്, നിങ്ങളാണ്. മനസ്സിലായില്ല? അപ്പൊ അങ്ങനെയല്ലല്ലോ സംഭവിച്ചത്. മനസ്സുകൊണ്ട് നിങ്ങൾ എന്നെ വിട്ടാൽ ഞാൻ നിങ്ങളിൽ നിന്നും അകന്നു പോകും. അപ്പം ഭഗവാനെ പിടിച്ചു വെക്കൽ അത്ര എളുപ്പമല്ല. മനസ്സ് ലൗകികത ചിന്തിച്ചാൽ ആര് പോയി? ഈ കൊച്ചു കുട്ടികളുള്ള അമ്മമാര് വീട്ടിൽ പണി ചെയ്യുന്ന സമയത്ത് ആരെ നോക്കിക്കൊണ്ടിരിക്കും? കുട്ടിയുടെ മുകളിലൊരു കണ്ണുണ്ടാവുമോ? ഉണ്ടാവും. എന്നതുപോലെയാണ് നമ്മളൊക്കെ ജീവിക്കേണ്ടത് എന്നാണ്. അതായത് ലൗകിക കാര്യങ്ങളൊക്കെ കൊണ്ടു നടക്കുമ്പോഴും ഒരു കണ്ണെപ്പോഴും നാമജപത്തിൽ ഉണ്ടാവണം. ശരിക്കും ഇതൊന്നും പരിശീലിച്ചെടുത്താലല്ലോ ഒരു അത്ഭുതമാണ് ലൈഫ്. എന്താണത്? നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ, കിടക്കുമ്പോഴും ഒക്കെ എന്തുകൊണ്ട് നടക്കാം? ഒരു ചെലവില്ലാത്ത കാര്യമാണ്. ഏത്? നാമം ജപിക്കല്. അങ്ങനെ മനസ്സുകൊണ്ട് അങ്ങനെ ജപിച്ച് പോയാൽ കുറേ കഴിഞ്ഞാൽ ഭഗവാൻ അടുത്തുള്ള പോലെ, ഭഗവാനോട് അടുക്കുന്നത് പോലെ തോന്നും. ലൗകികത ചിന്തിച്ചാൽ ഭഗവാൻ അകലെയും, ജപത്തിൽ മുഴുകുമ്പോൾ ഭഗവാൻ അടുത്തും. അതുകൊണ്ട് ഗോപികമാരെ, 2 കാര്യങ്ങൾ ഓർത്താൽ മതി നിങ്ങൾ. അതായത് നിങ്ങളുടെ മനസ്സ് എന്നിൽ അർപ്പിതമാണോ, ഞാൻ നിങ്ങളോട് ചേർന്ന് നിൽക്കും. നിങ്ങളുടെ മനസ്സ് ലൗകികതയിൽ അർപ്പിതമാണോ, ഞാൻ നിങ്ങളിൽ നിന്നും അകന്ന പോലെ തോന്നും. ആര് തീരുമാനിക്കണം? ഭഗവാനോട് അടുക്കാൻ എന്താ വഴി? നാമം ജപിക്കണം. ഏതെങ്കിലും ഒരു മന്ത്രം മനസ്സിൽ അങ്ങനെ കൊണ്ടു നടന്ന് മനസ്സിനെ പരിശീലിപ്പിച്ചെടുത്താൽ ആരിലേക്ക് എത്താം? ഭഗവാനിലേക്ക് എത്താം. നോക്കൂ, ഇതിൽ പരം ഒരു ഈസി ആയിട്ടുള്ളൊരു വഴി വേറെ വേണോ? പക്ഷെ ഇത് അത്ര എളുപ്പമല്ലാത്തതിന്റെ കാരണം എന്താണ്? അത്ര വേണ്ടാധീനം മനസ്സിൽ കിടക്കുകയാണ്. നാമം ചൊല്ലാൻ തുടങ്ങുമ്പോഴേക്കും തലവേദന വരും. നാമം ചൊല്ലുമ്പോഴേക്കും നെഞ്ചിലൊരു നീറ്റൽ വരും. ചിലർക്ക് കുറച്ചു കഴിയുമ്പോഴേക്കും ശ്വാസം മുട്ടാൻ തുടങ്ങും. മനസ്സിലായില്ലേ? കുറേ നേരം നാമം ചൊല്ലുമ്പോൾ ബോറടിക്കുമോ ഇല്ലയോ? എന്താ ഒന്നും മിണ്ടാത്തത്? ബോറടിക്കുമോ? കുറേ നേരം നാമം ചൊല്ലിയ ബോറടിക്കും. ഉണ്ട്. ബോറടിക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ബോറടിക്കില്ലേ? അടിക്കുമോ? അതെന്താ കാരണം? ഉള്ളില് മറ്റേ സാധനം കിടക്കുന്നുണ്ട്. ഏത്? പൂർവജന്മങ്ങളിലൊക്കെ കൊണ്ടുവന്നത്. അതങ്ങനെയൊന്നും നാമത്തിൽ മുഴുകാൻ നമ്മളെ അനുവദിക്കില്ല. എളുപ്പമല്ല നാമത്തിൽ മുഴുകല്. 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ ഒന്നും കുഴപ്പമില്ല. ഒരു അരമണിക്കൂറായാൽ പറയും എപ്പോഴാ തീരുക എന്നുണ്ട്. പക്ഷേ ഇതിലൊരു രുചി വന്നാൽ, ഇതിൽ ലയം വന്നാൽ പിന്നെ സമയം പോകുന്നത് അറിയില്ല. അത്ര രസമാണ്. ഇപ്പൊ തന്നെ നോക്കൂ നിങ്ങൾ, നമ്മൾ ഈ ഭാഗവതം പറയുമ്പോൾ എത്ര സമയമാണ് പറന്നു പോകുന്നത്. സമയം പോകുന്നതേ അറിയില്ല. അത്ര രുചി വേണം, ഇതിലൊരു ലയം വേണം, ഇതിലൊരു ആനന്ദം വേണം. അങ്ങനെ മനസ്സിനെ പരിശീലിപ്പിച്ചെടുക്കാൻ സാധിക്കണം. ഇങ്ങനെ ഗോപികമാരെ അനുഗ്രഹീതരാകുന്ന ലീലയാണ് ഏത്? രാസലീല. രാസലീല എന്നത് കൃഷ്ണനും ഗോപികമാരും തമ്മിൽ നടത്തുന്ന ഡാണ്ടിയ ഡാൻസ് അല്ല. രാസലീല എന്നത് ഇന്നിപ്പോ നമ്മളത് അവതരിപ്പിക്കുമ്പോൾ അങ്ങനെയാണെങ്കിലും കൃഷ്ണനും ഗോപികമാരും തമ്മിലുള്ള
ജീവാത്മാവും പരമാത്മാവും തമ്മിലുള്ള നാമലയത്തിന്റെ കഥയാണ് രാസലീല. നാമത്തിൽ ശ്രദ്ധിക്കുക, നാമമാകുന്ന കൃഷ്ണനിൽ മനസ്സാകുന്ന ഗോപിക ലയിച്ച് നൃത്തമാടുന്ന, അതിലങ്ങനെ മുഴുകി നൃത്തമാടുന്ന ലീലയാണ് രാസലീല. ഇത് ഈ രാസലീല എവിടെയാ നടക്കേണ്ടത്? അപ്പം എവിടെയാ നടക്കേണ്ടത്? നമ്മുടെ മനസ്സിൽ നടക്കണം. ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ മനസ്സാകുന്ന രാധ നാമമാകുന്ന കൃഷ്ണനോടൊത്ത് അങ്ങനെ ഒരുമിച്ച് ലയിച്ച് പാടി നൃത്തത്തിൽ അങ്ങനെ മുഴുകിച്ചേരുന്ന ലീലയാണ് രാസലീല. ഇത് പുറമേ ഒരു ആണും പെണ്ണും തമ്മിലുള്ള കൈകൊട്ടിക്കളിയോ കാല് തട്ടിക്കളിയോ കോല് തട്ടിക്കളിയോ അല്ല. ഇത് പിന്നെ ഒരു പബ്ലിക്കലി നമ്മൾ കാണിക്കുമ്പോൾ ഒരു അങ്ങനെ കാണിക്കണമെന്ന് മാത്രം. പക്ഷേ ഉള്ളില് ഇന്റേണലി നമുക്കറിയണം, ഇത് മനസ്സും നാമവും തമ്മിലുള്ളൊരു ലയത്തിന്റെ നൃത്തമാണ് എന്ന ബോധത്തോടുകൂടി വേണം ഇത് കാണാൻ, ഇത് വായിക്കാൻ, ഈ രാസലീല വായിക്കാൻ.